കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലീഗൽ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻ ജഡ്ജ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലീഗൽ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. Thorough study of the subject, of course, and updation and latest subject is to be understood. Then only he can be a judge. So lawyers also needed same thing. Otherwise, the system, justice delivery system, will not survive. People believes us why we are dealing the subject in the correct manner, correct way, and our duty is only to protect the right as per the constitutional values provided by Indian Constitution. All other enactments are based on this particular thing, that is constitutional, the value protected by our Constitution. Of course, we quoted the Article 21. Every subject, every signature of a judge is based on that concept of value enshrined in Article 21, right to live. So, you and me, all we have responsibility to learn the subject. Then only we can protect the interest of the people, rights of the people. Then only the society will survive. So, the learning process, this camp is to continue, and you have to arrange this type of class of eminent personalities in different fields, not only law, every subject. We have to learn every subject, not only law. Then only we can provide quality service to the people. Otherwise, people will not approach us. They will approach other system. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷനായി. LLB പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിയമവിദ്യാഭ്യാസത്തിനുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ തുലം തുച്ഛമാണ്. പാർലമെൻറ്റും നിയമസഭയും നിരവധി നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അക്കാഡമിക്കായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനോ പഠിക്കുവാനോ നമുക്കുള്ള അവസരങ്ങളില്ല. കോടതിയിൽ ഇതെല്ലാം നമ്മളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരുമാണ്. ബാർ കൗൺസിൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കോവിഡ് കാലത്ത് ഞാൻ ഒരു വർഷക്കാലം വളരെ ഗംഭീരമായ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ ബാർ കൗൺസിൽ സംഘടിപ്പിച്ചിരുന്നു. അങ്ങിങ്ങി ചില അവസരങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ നിരന്തരം ഈ ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആവശ്യമാണെന്നുള്ള ഒരു ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കുവാൻ ബാർ കൗൺസിലിന് കഴിയുന്നില്ല. പിന്നീട് ബാർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ മാത്രമാണ് നമുക്കുള്ളത്. അത് തികച്ചും അപര്യാപ്തമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ബാറിൽ കുറേ കൂടെ അക്കാഡമിക് ആക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിക്കുന്നത്. കായംകുളം മുൻസിഫ് എ അനീസ, കായംകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി, ബാർ കൗൺസിൽ ട്രഷറർ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി എസ് സുനി സ്വാഗതവും ട്രഷറർ ഉണ്ണി ജെ വാര്യത്ത് നന്ദിയും പറഞ്ഞു. ശക്തമായി കൂടുതൽ ഊർജ്ജസ്വലതകൾ നടത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് ബഹുമാന്യനായ ആലപ്പുഴ ജില്ലാ ജഡ്ജിയോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, കേരളത്തിലെ ഏറ്റവും പുരാതനമായ കോടതികളിലൊന്നാണ് കായംകുളം കോടതി. ഞാൻ ജനിക്കുന്നതിനും ഇവിടെ ഇരിക്കുന്ന പലരും ജനിക്കുന്നതിനും മുമ്പ് ആരംഭിച്ച 2 കോടതികൾ മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഏതാണ്ട് 250-ൽ പരം അഭിഭാഷകർ ഈ കോടതിയിൽ അംഗങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ബാർ അസോസിയേഷൻ കൂടുതലും പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഞങ്ങൾക്കൊരു മനോഹരമായ ബിൽഡിങ്ങും അതിൻ്റെ സാമഗ്രികളും ബഹുമാന്യനായ കേരള സർക്കാരും ഹൈക്കോടതിയും ജില്ലാ കോടതിയും ഇടയൊക്കെ ശുപാർശ അടിസ്ഥാനത്തിൽ സംഭാവനയായി നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ പൂർവികന്മാർ തുടങ്ങിയെടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ആ മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും മാത്രം. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, കായംകുളം ബാർ അസോസിയേഷനിലെ മുഴുവൻ അഭിഭാഷകർക്കും വേണ്ടി ഞങ്ങൾക്ക് 3 നില ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങളുടെ ഈ കെട്ടിടത്തിൻ്റെ 3ാമത്തെ നില ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഒരു കോടതിക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഓഫീസ് സൗകര്യങ്ങളും ഹാളും മറ്റെല്ലാവിധ സൗകര്യങ്ങളും. കോടതിക്കോ ഗവൺമെന്റിനോ പുതുതായി യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഉണ്ടാകത്തില്ല. പുതുതായി അനുവദിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫാമിലി കോടതിയുടെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഈ അടുത്ത സമയത്ത് അത് റദ്ദ് ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ നയിച്ച ഭാരതീയ ന്യായസംഹിതയും ഇന്ത്യൻ ശിക്ഷാ നിയമവും താരതമ്യ പഠനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് നടന്നു. ഓ ഹാരിസ് മോഡറേറ്ററായി. ഫീഡി നെറ്റ് ന്യൂസ് കായംകുളം.